അപ്പൊ നമ്മുടെ പേഴ്സ് ഓഫ് ഇക്വേഷൻ അകത്തിലെ രണ്ടാമത്തെ സെക്ഷന്റെ പേരെന്തായിരുന്നു? ടു ഇക്വേഷൻസ്. ആ ടു ഇക്വേഷൻസിനകത്തിലെ എത്രാമത്തെ എക്സസൈസ്? എക്സസൈസ് 3. പേജ് നമ്പർ 15,16 അല്ലേ? അതിലെ എത്രാമത്തെ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ നമ്പർ 2. ഓക്കെ. ഐശ്വര്യക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പൊ എന്താ നമ്മുടെ ചോദ്യം? എ വയർ 1 മീറ്റർ ലോങ്, അർത്ഥം 1 മീറ്റർ നീളമുള്ള ഒരു വയർ എന്ത് ചെയ്യണം നമ്മള്? ഈസ് കട്ട് ഇൻടു 2 പീസസ്. അതിനെ മുറിച്ച് നമ്മൾ എത്ര കഷ്ണമാക്കി? 2 കഷ്ണം. അപ്പൊ അവിടെ തെറ്റിദ്ധാരണ വരാൻ സാധ്യത ഉള്ളത് നമ്മളത് 2 തുല്യ കഷ്ണമാക്കി മുറിച്ചു എന്ന് വിചാരിക്കും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, 2 കഷ്ണമായിട്ട് മുറിച്ചു. എത്ര മീറ്റർ നീളമുള്ള കഷ്ണമായിരുന്നു? 1 മീറ്റർ നീളമുള്ള ഒരു കഷ്ണത്തിനെ നമ്മള്, ഒരു വയറിനെ നമ്മള് 2 കഷ്ണമാക്കി മുറിച്ചു. എന്നിട്ട് ബാക്കി വൺ ഓഫ് വിച്ച്, അങ്ങനെ മുറിച്ചു കിട്ടിയ 2 എണ്ണത്തിലെ ഒരെണ്ണം ഉണ്ടല്ലോ, ഈസ് ബെൻഡ് ഇൻടു എ സ്ക്വയർ. അതിനെ എന്താക്കി മാറ്റി? ഒരു സ്ക്വയർ, ഒരു സമചതുരമാക്കി മാറ്റി. ആൻഡ് ദി അതർ ഇൻടു ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. മറ്റേ രണ്ടാമത്തെ കഷ്ണമോ? ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, ഒരു സമഭുജ ത്രികോണം, എല്ലാ വശത്തിന്റെയും നീളം തുല്യമായ ത്രികോണമാക്കി മാറ്റി. എന്നിട്ട് എന്താണ്? എന്തായിരുന്നു? 3 times the side of the square. സ്ക്വയറിന്റെ, സമചതുരത്തിന്റെ 3 times 3 മടങ്ങും ആൻഡ് 2 times the side of the equilateral triangle. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ, സമഭുജ ത്രികോണത്തിന്റെ 2 times 2 മടങ്ങൂടെ ചേരുമ്പോ എത്ര സെന്റിമീറ്റർ കിട്ടും? 71 സെന്റിമീറ്റർ കിട്ടും. 71 സെന്റിമീറ്റർ കിട്ടും. അങ്ങനാണെങ്കിൽ വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദി പീസസ്? എങ്കിൽ നമ്മൾ ഈ മുറിച്ചെടുത്ത ഓരോ കഷ്ണത്തിന്റെയും നീളം എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ചോദ്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഓൺലൈനിൽ പങ്കെടുക്കുന്ന 3 പേർക്ക് ചോദ്യത്തിൽ സംശയമുണ്ടോ? അപ്പൊ എഴുതിക്കോളൂ. സ്ക്വയർ, മലയാളം മീഡിയക്കാർ, സമചതുരം. ഇതിലെ ആദ്യത്തെ കഷ്ണം മുറിച്ചെടുത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത്? സ്ക്വയർ, സമചതുരമാക്കണം. നമ്മൾ ആദ്യം എഴുതിയത് സ്ക്വയർ. നമ്മൾ ഒരു സ്ക്വയർ, ഒരു സമചതുരം റഫായിട്ട് വരയ്ക്കണം. ഒരു സ്ക്വയർ, ഒരു സമചതുരം എന്തായിട്ട് വരയ്ക്കുന്നു? റഫായിട്ട്. പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ റഫായിട്ട് വരയ്ക്കും. ഇതിന്റെ ഒരു സൈഡ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? എക്സ്. 1 സൈഡ് ഈക്വൽ, ഒരു വശം സമം എക്സ്. ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ല. ബ്രാക്കറ്റിൽ സപ്പോസ്, ബ്രാക്കറ്റിൽ മലയാളം മീഡിയക്കാർ സങ്കല്പിക്കുക. ഓക്കെ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അങ്ങനെ ആണെങ്കിൽ ഇതിന്റെ 4 വശത്തിന്റെയും കൂടിയുള്ള ലെങ്ത് കൂട്ടിയാൽ എന്ത് കിട്ടും? 4x. അതാണ് നമ്മുടെ പെരിമീറ്റർ. അപ്പൊ എഴുതിക്കോളൂ അടുത്ത വരിയില്. ടോട്ടൽ ലെങ്ത് ഓഫ് 4 സൈഡ്സ്, 4 വശത്തിന്റെയും കൂടിയുള്ള ആകെ നീളം എത്ര? 4x. അതാണ് നമ്മുടെ നിയ പറഞ്ഞത് എന്താണെന്ന്. വേണമെങ്കിൽ ബ്രാക്കറ്റ് എഴുതിയിട്ടുള്ളൂ. പെരിമീറ്റർ, ചുറ്റളവ്. ആരുടെ പെരിമീറ്റർ? ആരുടെ ചുറ്റളവ്? സ്ക്വയറിന്റെ. സ്ക്വയറിന്റെ കാര്യം ഓക്കെ ആയല്ലോ. സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി രണ്ടാമത്തെ കഷ്ണം വളച്ച് നമ്മൾ എന്താക്കി? അടുത്ത ഹെഡിങ് എഴുതുക. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ. ഓക്കെ. മലയാളത്തിൽ സമഭുജ ത്രികോണം. എന്നിട്ട് പേന കൊണ്ട് റഫായിട്ട് ആരെ വരയ്ക്കുക? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഒരു സമഭുജ ത്രികോണം വരയ്ക്കാം. എന്ത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം എന്ന് പറഞ്ഞ അർത്ഥം? എല്ലാ വശത്തിന്റെയും, എല്ലാ സൈഡിന്റെയും ലെങ്ത് ഈക്വൽ. ഇതിന്റെ ഒരു വശം എത്ര നിങ്ങൾക്ക് അറിയാവോ? y. അപ്പൊ എഴുതുക
വൺ സൈഡ് ഈക്വൽ ഒരു വശം സമം വൈ ബ്രാക്കറ്റിൽ സങ്കൽപ്പിക്കുക. സപ്പോസ് ഇപ്പൊ നമ്മൾ നേരത്തെ സ്ക്വയറിൽ ചെയ്തതുപോലെ തന്നെ ഇതിന്റെയും എന്ത് കണ്ടുപിടിക്കണം? പെരിമീറ്റർ. അതിന് പകരം നമ്മൾ പറഞ്ഞു നോക്കുന്നു ടോട്ടൽ ലെങ്ത് ഓഫ് എഴുതുക. ടോട്ടൽ ലെങ്ത് ഓഫ് 3 sides ഈക്വൽ 3x 3y. വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എന്തെഴുതാം? പെരിമീറ്റർ. ഇവിടെ വരെ ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ശ്രദ്ധിച്ചുത്തരം പറ. അതിൽ നിന്നാണ് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. നമ്മുടെ കൈവശം ആദ്യം ഉണ്ടായിരുന്നത് എന്താണ്? ആദ്യം ഉണ്ടായിരുന്നത് 1 മീറ്റർ നീളമുള്ള ഒരു വയർ. അത് 2 കഷ്ണമാക്കി മുറിച്ചു. അതിലെ ഒരു കഷ്ണമാണ് ചുറ്റി വളച്ചെന്താക്കിയത്. രണ്ടാമത്തെ കഷ്ണമാണ് ചുറ്റി വളച്ചെന്താക്കിയത് ആണല്ലോ. ഒന്നാമത്തേത് ചുറ്റി വളച്ചപ്പോഴുള്ള ടോട്ടൽ ലെങ്ത് ആണ്, ആകെ നീളമാണ് 4x. രണ്ടാമത്തെ കഷ്ണം ചുറ്റി വളച്ചപ്പോഴുള്ള ആകെ നീളമാണ്, ടോട്ടൽ ലെങ്ത് ആണ് 3y. ഇവര് രണ്ടുപേരും നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു 1 മീറ്റർ എന്ന് പറഞ്ഞില്ല, അതും തമ്മിൽ എന്തേലും ബന്ധം ഉണ്ടോ? ഉണ്ട്, പറഞ്ഞാട്ടെ. 1 മീറ്റർ എഴുതുക. 4x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 1 മീറ്റർ ആണോ? എന്താ അതിന്റെ ഐഡിയ? 1 മീറ്റർ നീളമുള്ള കഷ്ണത്തെ മുറിച്ച് 2 കഷ്ണമാക്കി, അതിലെ ഒരു കഷ്ണം ചുറ്റി വളച്ച് സ്ക്വയർ സമചതുരമാക്കി, രണ്ടാമത്തെ കഷ്ണം ചുറ്റി വളച്ച് ട്രയാങ്കിൾ ത്രികോണവും ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ആ 2 എണ്ണത്തിന്റെയും കൂടെ ടോട്ടൽ കൂട്ടുമ്പോൾ എത്ര മീറ്റർ കിട്ടണം? 1 മീറ്റർ. അപ്പോൾ എനിക്ക് അതിനെ ഇങ്ങനെ എഴുതാമോ? 4x പ്ലസ് 3y ഈക്വൽ 100 സെന്റിമീറ്റർ എന്ന് എഴുതിയാൽ തെറ്റുണ്ടോ? ഇല്ല. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കും. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇവിടം വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഓൺലൈൻകാർക്ക് അല്ല, ഇനി ഒരു ഇക്വേഷൻ കിട്ടണ്ടേ, എങ്കിലല്ലേ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ക്വസ്റ്റ്യനിൽ വേറെ ഒരു ഇൻഫർമേഷൻ പറയുന്നുണ്ടോ? വായിച്ചാട്ടെ. 3 times 1 side of the square. സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ, സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ 3 മടങ്ങും 3 ടൈംസും and 2 times the side of the equilateral. The side of the equilateral triangle. സമഭുജ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ 2 മടങ്ങൂടെ ചേരുമ്പോൾ എത്ര ആകുമെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? 71 അല്ലേ? അപ്പൊ എഴുതിയാട്ടെ. ഓൺലൈൻകാർക്ക് ഈ സ്റ്റെപ്പ് മനസ്സിലായോ? അപ്പൊ 3 into 1 side of the square plus 2 into 1 side of the equilateral triangle equal 71. മലയാളത്തിൽ എങ്ങനെ എഴുതും? 3 ഗുണം സമചതുരത്തിന്റെ ഒരു വശം പ്ലസ് 2 ഗുണം സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം സമം 71. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ 3 into നമ്മുടെ സ്ക്വയറിന്റെ സമചതുരത്തിന്റെ ഒരു വശം എത്ര? x. അപ്പൊ 3 into x പ്ലസ് 2 into ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം y ഈക്വൽ 3 into x 3x പ്ലസ് 2 into y 2y ഈക്വൽ
71 71. ഇക്വേഷൻ നമ്പർ ഇവിടം വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഓൺലൈൻകാർക്ക് Yes, sir. ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ് ഇത്രയും വരെ വായിച്ചാൽ നമുക്കിനി സോൾവിങ്ങിലേക്ക് പോയാൽ മതി. വായിച്ച് മനസ്സിലാകുകയാണെങ്കിൽ ഇരിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ബോർഡെ സ്ഥലമില്ലാത്തതുകൊണ്ട് തുടക്കുകയാണ്. നമ്മൾ ആ രണ്ട് ഇക്വേഷൻ മാത്രം ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ഏതൊക്കെയാ രണ്ട് ഇക്വേഷൻ? അങ്ങോട്ട് എടുത്ത് എഴുതിയാട്ടെ. 4x പ്ലസ് 3y ഈക്വൽ 100. 4x പ്ലസ് 3y ഈക്വൽ 100. ഓക്കെ, അടുത്തത് അത് ഇക്വേഷൻ നമ്പർ 1. 3x പ്ലസ് 2y ഈക്വൽ 71. ഇക്വേഷൻ നമ്പർ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് ഇപ്പൊ ഇതേ പരിപാടി തന്നെയാണ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? സോൾവ് ചെയ്യണമെങ്കിൽ ബാക്കി നിങ്ങൾ പറയാം. ആദ്യം ആരെ നോക്കും? എക്സിനെ നോക്കും. ഒന്നാമത്തേതിൽ എക്സിന്റെ കൂടുള്ള നമ്പർ 4. രണ്ടാമത്തേതിൽ എക്സിന്റെ കൂടുള്ള നമ്പർ 3. ഇത് രണ്ടും ഒരുപോലാണോ? അല്ല. വിഷമിക്കണ്ട, നമ്മൾ അടുത്ത ആരെ നോക്കും? വൈ. ഒന്നാമത്തെ ഇക്വേഷനിൽ വൈയുടെ കൂടുള്ള നമ്പർ 3. രണ്ടാമത്തേതിൽ വൈയുടെ കൂടുള്ള നമ്പർ അതൊരുപോലാണോ? അല്ല. അപ്പൊ ഇനി മുന്നോട്ട് നീങ്ങണമെങ്കിൽ ആരുടെയെങ്കിലും ഒരാളിന്റെ കൂടെ വരുന്ന നമ്പർ ഒരുപോലെ വരണം. ഒന്നുകിൽ എക്സിന്റെ കൂടുള്ള നമ്പർ, അല്ലെങ്കിൽ വൈയുടെ കൂടുള്ള നമ്പർ. നമുക്ക് തീരുമാനിക്കാം എക്സ് വേണോ വൈ വേണോ, ഏത് വേണം? അങ്ങനാണെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 3 കൊണ്ട് ഗുണിക്കും. 3 എവിടുന്ന് കിട്ടി? രണ്ടാമത്തേതിലെ എക്സിന്റെ കൂടുള്ള നമ്പർ അല്ലേ? ഗുണിച്ചെഴുതിയാട്ടെ, പറഞ്ഞാട്ടെ. ആ ഇക്വേഷനെ മൊത്തത്തിൽ 3 കൊണ്ട് ഗുണിക്കുക. 4x ഗുണം 3 12x. 3y ഇൻറ്റു 3 9y ഈക്വൽ 100 ഇൻറ്റു 3 300. ഇക്വേഷൻ നമ്പർ 3. യഥാർത്ഥത്തിൽ ഈ മൂന്നാമത്തെ ഇക്വേഷൻ ആര് തന്നെയാണ്? ഒന്നാമത്തെ ഇക്വേഷൻ തന്നെ. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനാണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കും? അതെവിടെ നിന്ന് കിട്ടി? ഒന്നാമത്തെ ഇക്വേഷനിലെ എക്സിന്റെ കൂടുള്ള നമ്പർ ആണ് അല്ലേ? പറഞ്ഞാട്ടെ. പറഞ്ഞോ. 3x ഇൻറ്റു 4 12x പ്ലസ് 2y ഇൻറ്റു 4 8y ഈക്വൽ 71 ഇൻറ്റു 4 1 4 4 4 7 28 ആണോ? 284. ഇക്വേഷൻ നമ്പർ. ഈ നാലാമത്തെ ഇക്വേഷൻ യഥാർത്ഥത്തിൽ ആര് തന്നെയാണ്? ഞാനിപ്പോ എക്സ് ഒരുപോലെ ആക്കി. നിങ്ങൾ ഇതിന് പകരം പരീക്ഷയ്ക്ക് ചെന്നപ്പോ വൈ ആണ് ഒരുപോലെ ആക്കാൻ തീരുമാനിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? 1നെ 2 കൊണ്ടും ഇക്വേഷൻ നമ്പർ 2വിനെ 3 കൊണ്ടും മൾട്ടിപ്ലൈ. ഇത്ര ഓക്കെ ആയല്ലോ. ഇങ്ങനെ ചെയ്തപ്പോൾ ആരൊരുപോലായി? എക്സ് ഒരുപോലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? എലിമിനേഷൻ മെത്തേഡ്. എന്തോ എലിമിനേഷൻ മെത്തേഡ്? ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 4 ഇംപ്ലൈസ് 12xൽ നിന്ന് 12x കുറച്ചാൽ 0. 9yൽ നിന്ന് 8y കുറച്ചാൽ y ഈക്വൽ 300ൽ നിന്ന് 284 സബ്ട്രാക്ട് ചെയ്ത് പറഞ്ഞു 116 വരും. ഒന്ന് നോക്കിക്കൂ. എത്ര ഓൺലൈൻകാർ മിണ്ടുന്നില്ല? ഓൺലൈൻകാർ 16 16. ആരുടെ വില കിട്ടി? വൈയുടെ വില. വൈയുടെ വില കിട്ടിയാൽ എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഏതെങ്കിലും ഒരു ഇക്വേഷൻ കൂടെ അല്ലേ? അപ്പൊ എഴുതുക. പുട്ട് y ഈക്വൽ 16 ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് പറഞ്ഞാട്ടെ
4x plus 3 into 16 equal 100. അപ്പോൾ 4x plus 3 into 16 3 ഗുണം 16 40 16 3 48 ഈസ് ഈക്വൽ ടു 100. ആണോ ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4x is equal to 100. ഇത് അപ്പുറത്ത് പോട്ടെ, -48. അപ്പോൾ 4x is equal to 100ൽ നിന്ന് 48 കുറച്ചാൽ എത്ര? 50 51 ആണോ? 52. അപ്പൊ x ഈക്വൽ 52 ഡിവൈഡഡ് ബൈ 4 ആണോ? അപ്പോൾ x ഈക്വൽ 52നെ 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് പറഞ്ഞാട്ടെ. 13. ആരുടെ വില കിട്ടി? എക്സിന്റെ വില കിട്ടി. ഇവിടം വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഓൺലൈൻകാർക്ക് സംശയമുണ്ടോ? ഇല്ല. ഇനി നമ്മുടെ ചോദ്യം എന്തുവായിരുന്നു? വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ പീസസ്? ഓരോ പീസിന്റെയും എന്ത് കണ്ടുപിടിക്കണം അല്ലെ? നമുക്ക് ആദ്യം എക്സ് എടുക്കാം. Then x equal 13, x സമം 13 ആയാൽ നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾ ആരെയാണ് എക്സ് എന്ന് വിളിച്ചത്? സ്ക്വയറിനെയാണ്. സ്ക്വയറിന്റെ ഒരു സൈഡ്, സ്ക്വയറിന്റെ അപ്പൊ എഴുതുക 1 സൈഡ് ഓഫ് ദ സ്ക്വയർ ഈക്വൽ, സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം സമം 1 സൈഡ് ഓഫ് ദ സ്ക്വയർ ഈക്വൽ എക്സ് ഈക്വൽ 13 സെന്റിമീറ്റർ. വളരെ ശ്രദ്ധിച്ച് ഉത്തരം പറയണം. ഇതാണോ ഒന്നാമത്തെ കഷ്ണത്തിന്റെ നീളം? അല്ല. പിന്നെ ഇതേലെ മൊത്തം 4 എണ്ണം ചേരുമ്പോഴാണ് ഒന്നാമത്തെ കഷ്ണമാകുന്നത്. അപ്പൊ നമ്മൾ ഈ കിട്ടിയ ഉത്തരത്തിനെ എന്തുകൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട്. അപ്പൊ നമ്മളോട് എഴുതി വെച്ചോ അടുത്ത വരിയിൽ തുടങ്ങിയിടത്ത് എന്തുവാ? ടോട്ടൽ ലെങ്ത് ഓഫ് 4 സൈഡ്സ്, 4 വശത്തിന്റെയും കൂടിയുള്ള ആകെ നീളം. പറഞ്ഞാട്ടെ. 4x ഈക്വൽ 4 into 13. 4 into 13 പറഞ്ഞാട്ടെ. 4 ഗുണം 13 50 സെന്റിമീറ്റർ. ഈ 52 സെന്റിമീറ്റർ യഥാർത്ഥത്തിൽ ആരാണ്? പ്രോബ്ലവുമായിട്ട് ആലോചിച്ച് പറയും. നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കുന്ന ഒന്നാമത്തെ പീസിന്റെ ലെങ്ത് അതല്ലേ ചുറ്റി വളച്ച് 52 സെന്റിമീറ്റർ പെരിമീറ്റർ ഉള്ള സ്ക്വയർ ആക്കി മാറ്റിയത്. അപ്പൊ എഴുതുക വിച്ച് ഇംപ്ലൈസ് ലെങ്ത് ഓഫ് ഫസ്റ്റ് പീസ്, ഒന്നാമത്തെ കഷ്ണത്തിന്റെ നീളം സമം 52. അങ്ങനെയാണ് ആരോടും പറയേണ്ട ഒരു എളുപ്പ മാർഗമുണ്ട് രണ്ടാമത്തെ കഷ്ണത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ. 100ൽ നിന്ന് 52 കുറച്ചാൽ ഇതുപോലെ ഇനി ഇക്വലാറ്റർ ട്രയാങ്കിളും എഴുതി കണ്ടുപിടിച്ച് വരണ്ടല്ലോ. അതല്ല, പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കുവാണെങ്കിൽ അതനുസരിച്ച് എഴുതണം. ഇതുപോലെ എഴുതുവാന്ന് നമ്മളെന്ത് എഴുതും? എഴുത വെൻ y ഈക്വൽ 13 അല്ലല്ലോ, y ഈക്വൽ 16 എഴുതുക. വെൻ y ഈക്വൽ 16. നമ്മൾ ആരെയാണ് പ്രോബ്ലത്തിൽ y എന്ന് വിളിച്ചത്? അപ്പൊ എഴുതുക 1 സൈഡ് ഓഫ് ദി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. മലയാളത്തിൽ സമഭുജ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം സമം y ഈക്വൽ എത്ര സെന്റിമീറ്റർ? 16 സെന്റിമീറ്റർ. ഓക്കെ ആണോ? അപ്പൊ അടുത്തൊരു പറഞ്ഞാട്ടെ. ടോട്ടൽ ലെങ്ത് ഓഫ് 3 സൈഡ്സ്, 3 വശത്തിന്റെയും കൂടിയുള്ള ആകെ നീളം 3x. ഈ 3y അത് തന്നെ, 3x അല്ല 3y ഈക്വൽ 3 into y എത്ര? 16. 16 ഗുണം 3
40. ഇതല്ലേ 100-52 കുറച്ചാലും കിട്ടുന്നത്. ആ അപ്പൊ എന്തെഴുതി വെക്കും? ലെങ്ത് ഓഫ് സെക്കൻഡ് പീസ്. മലയാളത്തിൽ രണ്ടാമത്തെ കഷ്ണത്തിന്റെ നീളം സമം 48 സെന്റിമീറ്റർ. ബുദ്ധിമുട്ടെന്തെങ്കിലും? അപ്പൊ നമുക്ക് കൺക്ലൂഷൻ ഇങ്ങനെ പറയാം. 1 മീറ്റർ അഥവാ 100 സെന്റിമീറ്റർ നീളമുള്ള ഒരു വയർ, അതിനെ നമ്മൾ എത്ര കഷ്ണമായിട്ട് മുറിച്ചു? 2 കഷ്ണം. ഒരു കഷ്ണത്തിന്റെ നീളം 52, രണ്ടാമത്തെ കഷ്ണത്തിന്റെ നീളം 48. ഇതിൽ 52 സെന്റിമീറ്റർ നീളമുള്ള കഷ്ണത്തെ വളച്ച് നമ്മൾ എന്താക്കി? ഒരു സ്ക്വയർ ആക്കി, ഒരു സമചതുരമാക്കി. അപ്പൊ അതിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയായിരുന്നു? 13 അല്ലേ? രണ്ടാമത്തേത് വളച്ചെന്താക്കി? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആക്കി മാറ്റി. അപ്പൊ അതിന്റെ ഒരു വശത്തെ നീളം എത്രയായിരുന്നു? 16. ഇപ്പൊ കാര്യം പിടി കിട്ടിയോ? ഓക്കെ. ഓൺലൈൻകാർക്ക് 3 പേർക്കും കാര്യം മനസ്സിലായോ? 3 പേർക്കും പിടി കിട്ടിയോ? അപ്പൊ ഓൾ സ്റ്റാൻഡ് അപ്പ്, വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ഓക്കെ. അപ്പൊ ചോദ്യം ഒന്ന് വായിച്ചേ. ചോദ്യം: 4 years ago എന്ന് വെച്ചാൽ 4 വർഷം. 4 വർഷം. എഗോ എന്ന് വെച്ചാൽ മുമ്പെന്നാണോ കഴിഞ്ഞെന്നാണോ? അടിപൊളിയായോ? 4 വർഷം മുമ്പ്. 4 years ago എന്ന് വെച്ചാൽ അർത്ഥം 4 വർഷങ്ങൾക്ക് മുൻപ് റഹീംസ് ഏജ് വാസ് 3 times the age of രാമു. ഈ ഏജിന്റെ കണക്കിനകത്ത് ചെറിയ കുഴപ്പം. മിക്കപ്പോഴും ആ ചോദ്യത്തിൽ ഒരു 2 ഘട്ടങ്ങൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒന്നുകിൽ ഇപ്പോഴത്തേത് കുറെ വർഷത്തിന് മുമ്പുള്ളത്, അല്ലെങ്കിൽ ഇപ്പോഴത്തേത് പിന്നെ കുറെ വർഷം കഴിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നത്. ഈ ചോദ്യത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ പറയാം. അത് റെഡിയാക്കി വെച്ചിട്ടേ ചോദ്യത്തിലെ ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എഴുതാൻ പാടുള്ളൂ. ഒന്ന് വായിച്ചേ. 4 years ago എന്ന് വെച്ചാൽ 4 വർഷത്തിന് മുമ്പ്. റഹീംസ് ഏജ് വാസ് 3 times the age of രാമു എന്ന് വെച്ചാൽ 4 കൊല്ലത്തിന് മുൻപ് രാമുവിന് എന്തു വയസ്സുണ്ടായിരുന്നോ അതിന്റെ 3 ഇരട്ടി പ്രായം 3 times ഏജ് ഉണ്ടായിരുന്നു. ആർക്ക്? റഹീമിന്. ക്ലാസ്സിലിരിക്കുന്നവർക്ക് ഐഡിയ ക്ലിയർ ആയോ? ഓക്കെ. ഓൺലൈൻകാർക്ക് ഇനി ബാക്കി വായിച്ചാട്ടെ. ആഫ്റ്റർ 2 years എന്ന് വെച്ചാ 2 വർഷം കഴിഞ്ഞപ്പോ ദിസ് വുഡ് ബിക്കം 2 times എന്ന് വെച്ചാ ഈ 3 മടങ്ങ് എന്നുള്ളത് എത്ര മടങ്ങായി മാറി? എത്ര ടൈംസ് ആയിട്ട് മാറി? 2 times, 2 മടങ്ങായിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദെയർ ഏജസ്? ഉണ്ടോ? ഇവന്മാര് 4 കൊല്ലത്തിന് മുമ്പുള്ളതും 2 കൊല്ലത്തിന് ശേഷമുള്ളതും ഒക്കെ പറഞ്ഞു വെച്ച് ചോദിച്ചേക്കുന്ന എപ്പോഴത്തെ പ്രായമാണ്? ഇപ്പോഴത്തെ പ്രായമാണ് ചോദിച്ചത്. അത് എന്തോ ഒരു മര്യാദ കേടാൻ നോക്കിച്ചു. 4 കൊല്ലത്തിന് മുമ്പുള്ളത് പറഞ്ഞു, 2 കൊല്ലത്തിന് ശേഷമുള്ളത് പറഞ്ഞു. എന്നിട്ട് ചോദ്യം ഇപ്പൊ എത്ര വയസ്സുണ്ട്? അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? അല്ല, ഇപ്പോഴത്തെ വയസ്സിൽ നിന്ന് ആദ്യം തുടങ്ങണം. എവിടെ തുടങ്ങണം? ഇപ്പോഴത്തെ വയസ്സിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യണം? അപ്പൊ എഴുതുക ഹെഡിങ് നൗ. NOW, നൗ. മലയാളത്തിൽ ഇപ്പോൾ. ഓക്കെ. ഏജ് ഓഫ് രാമു. രാമുവിന്റെ വയസ്സേ സമം എക്സ്. അടുത്തത് ഏജ് ഓഫ് റഹീം. റഹീമിന്റെ വയസ്സേ സമം അങ്ങനെ പറയരുത്. ഇപ്പൊ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള ഒരു ബന്ധവും ക്വസ്റ്റ്യന് പറയുന്നില്ല. ഉണ്ടോ? ഇപ്പോഴത്തെ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള എന്തെങ്കിലും ബന്ധത്തെ കുറിച്ച് ക്വസ്റ്റ്യന് പറയുന്നുണ്ടോ? ഇല്ല. വൈ രണ്ടുകൂടെ ചേർത്ത് സപ്പോസ്. ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനി സിനിമയ്ക്കകത്തിലൊക്കെ കാണിക്കുന്ന പോലെ
4 years ago എന്ന് വെച്ചാൽ 4 വർഷങ്ങൾക്ക്. അപ്പൊ എഴുതുക 4 years ago, 4 വർഷങ്ങൾക്ക് മുൻപ്. ശ്രദ്ധിച്ചിട്ട് ഒരു കാര്യം എഴുതിയിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകും. സിത്താരയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? ആ വട്ട 14 കൂട്ട്. എങ്കിൽ 4 വർഷങ്ങൾക്ക് മുമ്പ് സിത്താരയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 11 വയസ്സ്. ഇപ്പൊ താങ്കൾക്ക് 14 വയസ്സാണെങ്കിൽ 4 കൊല്ലത്തിന് മുമ്പ് എത്ര വയസ്സ്? 10 വയസ്സ്. എങ്ങനെ കിട്ടി? 14 4 കുറച്ച്. ശ്രദ്ധിക്കാം. ഇപ്പോൾ രാമുവിന് എന്ത് പ്രായമുണ്ട്? എക്സ്. എങ്കിൽ 4 കൊല്ലത്തിന് മുമ്പ് രാമുവിന് എന്ത് പ്രായമുണ്ട്? ആ, എക്സ് മൈനസ്. അപ്പൊ എഴുത് ഏജ് ഓഫ് രാമു ഈക്വൽ എക്സ് മൈനസ് 4. അപ്പൊ രാമുവിന് മാത്രമല്ലല്ലോ 4 വയസ്സ് കുറയുന്നത്. ആർക്ക് 4 വയസ്സ് കുറയും? ആർക്കാ? റഹീമിന്. അപ്പൊ എഴുതുക ഏജ് ഓഫ് റഹീം. റഹീമിന്റെ വയസ്സേ സമം y മൈനസ് -4. അത്ര ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവരുടെ വയസ്സുകൾ തമ്മിൽ എന്തോ ബന്ധമുള്ളതായി ചോദ്യത്തിൽ പറയുന്നുണ്ട്. 4 കൊല്ലത്തിന് മുമ്പ്. വായിച്ചാട്ടെ. 4 years ago റഹീംസ് ഏജ് വാസ് 3 times the age of രാമു. എന്ന് വെച്ചാൽ ഏജ് ഓഫ് റഹീം അല്ലേ, റഹീമിന്റെ ഏജ് വയസ്സെന്ന് പറയുന്നത് പറട്ടെ, വയസ്സെന്ന് പറയുന്നത് 3 into ഏജ് ഓഫ് രാമു അല്ലായിരുന്നു? എഴുതിയാട്ടെ. ഏജ് ഓഫ് റഹീം ഈക്വൽ 3 into ഏജ് ഓഫ് രാമു. മലയാളത്തിൽ പറഞ്ഞാൽ റഹീമിന്റെ വയസ്സേ സമം 3 ഗുണം രാമുവിന്റെ വയസ്സ്. ഏജ് ഓഫ് റഹീം എത്ര? y minus 4. y minus 4 ഈക്വൽ 3 into ഏജ് ഓഫ് രാമു എക്സ് മൈനസ്. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമ്മൾ ഈ ബ്രാക്കറ്റ് ഗുണിക്കുന്നു. ബ്രാക്കറ്റ് എന്ത് ചെയ്യുന്നു? ഗുണിക്കുന്നു. അപ്പൊ ഒന്ന് പറഞ്ഞാട്ടെ. y minus 4 അങ്ങനെ തന്നെ നിർത്തി. 3 അകത്തോട്ട് ഗുണിക്കുന്നു. 3 into എക്സ് 3x. 3 into -4 -2. നമ്മൾ ഇതുവരെ ചെയ്ത കണക്കിനകത്തിലെല്ലാം എക്സും വൈയും ഒരു സൈഡിലും ബാക്കി നമ്പർ മാത്രം മറ്റൊരു സൈഡിലോട്ടല്ലേ പറഞ്ഞിരുന്നത്. ഒന്നുകൂടെ, നിങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ കണക്കിനകത്തിലും എക്സും വൈയും ഉള്ള ആളുകളെല്ലാം കൂടെ ഒരു സൈഡിൽ, നമ്പർ മാത്രം മറു സൈഡിൽ. ഒന്ന് ബോർഡിലേക്ക് നോക്കിയിരിക്കുക. ഞാൻ ഈ വൈയെ വലതുവശത്ത് കൊണ്ടുവന്നു. ഈ -12 ഇപ്പുറത്ത് കൊണ്ടിരുന്നു. എഴുതണ്ട, ഞാൻ പറഞ്ഞ എഴുതിയാൽ മതി. -12 ലെഫ്റ്റിൽ വരുമ്പോ +12. -4 അവിടെ തന്നെ ഇപ്പൊ ഉണ്ടല്ലോ. 3x. ഈ y എന്ത് വയ്യ? പ്ലസ് y ആണോ മൈനസ് y ആണോ? പ്ലസ് y. എങ്ങനെ മനസ്സിലായി? അതിന് മുമ്പിൽ ചിഹ്നമൊന്നും ഇല്ല. ഇല്ലെങ്കിൽ അത് പ്ലസ് ആണ്, എങ്കിൽ ഇത് അപ്പുറത്ത് പോകുമ്പോ മൈനസ്. 12 നിന്ന് 4 കുറച്ചാൽ 12 നിന്ന് 4 കുറച്ചാൽ 12 4 കുറക്കത്തില്ലേ? 12 4 കുറച്ചാൽ 8. എത്രയാണ്? 8. 8 ഈക്വൽ 3x മൈനസ്. അപ്പൊ ഒന്ന് തിരിച്ചെഴുതിയാൽ 3x മൈനസ് y ഈക്വൽ 8. ഇക്വേഷൻ നമ്പർ 1. കിട്ടിയോ? എഴുതിയാട്ടെ. ഇനി മറ്റെന്തോ ഒരു കാര്യം കൂടെ ചോദ്യത്തിൽ പറയുന്നില്ലയോ? അതേതായിരുന്നു? ആഫ്റ്റർ എഴുതുക. ആഫ്റ്റർ 2 years. മലയാളം മീഡിയക്കാർ എന്തോ എഴുതും? 2 വർഷത്തിന് ശേഷം. എഴുതി വെച്ചിട്ടാരെ. ആഫ്റ്റർ 2 years. ആഫ്റ്റർ നസ്രയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 15. 2 കൊല്ലം 13.
2 കൊല്ലം കഴിയുമ്പോൾ നസ്രയ്ക്ക് എത്ര വയസ്സ്? 15. എങ്ങനെ കിട്ടി? 13ന്റെ കൂടെ 2 കൂടെ കൂട്ടി. ശ്രദ്ധിക്കാം. ഇപ്പോൾ രാമുവിന് എന്ത് പ്രായം? X. X. എങ്കിൽ 2 കൊല്ലം കഴിയുമ്പോ X. അപ്പൊ എഴുതുക ഏജ് ഓഫ് രാമു ഈക്വൽ X+2. രാമുവിന് മാത്രമല്ലല്ലോ പ്രായമാകുന്നത്, കഥാപാത്രമായ റഹീമിനും എന്ത് ചെയ്യും? പ്രായം കൂടും. പറഞ്ഞാട്ടെ. ഏജ് ഓഫ് റഹീം ഈക്വൽ റഹീമിന്റെ വയസ്സ് സമം Y+. അപ്പോൾ ഇവരുടെ വയസ്സുകൾ തമ്മിൽ എന്തോ ബന്ധമുള്ളതായി ചോദ്യത്തിൽ വീണ്ടും പറയുന്നുണ്ട്. വായിച്ചാട്ടെ, എന്തോ ചോദ്യത്തിൽ പറഞ്ഞു? വായിക്കൂ. ആഫ്റ്റർ 2 years ദിസ് വുഡ് ബിക്കം 2 times. എത്ര മടങ്ങായിട്ട് മാറും? അന്ന് ഇതുപോലെ പറഞ്ഞ സെന്റൻസ് ആക്കി എഴുതുക. ഏജ് ഓഫ് റഹീം ഈക്വൽ റഹീമിന്റെ വയസ്സേ സമം 2 into ഏജ് ഓഫ് രാമു. ബുദ്ധിമുട്ടെന്തെങ്കിലും? ബുദ്ധിമുട്ടെന്തെങ്കിലും? ഓൺലൈൻകാർക്ക് സ്റ്റെപ്പ് കൂടി കിട്ടുന്നുണ്ടോ? എന്തോ? അപ്പൊ ഏജ് ഓഫ് റഹീമിന്റെ ഏജ് പറയൂ. Y+2 ഈസ് ഈക്വൽ ടു 2 into ഏജ് ഓഫ് രാമു X+2. അപ്പോൾ Y+2 ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഗുണിക്കുന്നു 2 into X, 2X, 2+2 4 ആണോ? മുമ്പത്തെ കൂട്ട് എക്സും വൈയും കൂടെ ഒരു സൈഡിലും ബാക്കിയുള്ളവരെ മറ സൈഡിലും ആക്കുന്നു. ഞാൻ വൈയെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. വരയ്ക്ക്. അപ്പോൾ 4 ഇപ്പുറത്ത് വരും. ആണോ? മിണ്ടുന്നില്ല. അങ്ങനാണോ? ആണ്. അപ്പൊ ഓൾറെഡി ഇവിടെ 2 ഉണ്ട്. ഈ 4 ഇപ്പുറത്ത് വരുമ്പോ -4 ഈക്വൽ 2X. ഈ വൈ അപ്പുറത്ത് പോകുമ്പോ -y. 2ൽ നിന്ന് 4 കുറയ്ക്കണം. 2 - 4 -2 ഈക്വൽ 2X മൈനസ്. അപ്പൊ തിരിച്ചെഴുതിയാൽ 2X - y ഈക്വൽ -2. ഇക്വേഷൻ നമ്പർ 2. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. എത്ര ഇക്വേഷൻ കിട്ടി നമുക്ക്? 2 ഇക്വേഷൻ. ഓൾ സ്റ്റാൻഡപ്പ് സെക്കൻഡ് പാർട്ട് വായിച്ചു നോക്കിക്കേ. ആഫ്റ്റർ 2 years വായിച്ചു നോക്കിക്കേ. ഓൺലൈൻകാർക്ക് ആഫ്റ്റർ 2 years പിടി കിട്ടിയോ? Yes, sir. ഇനി നമ്മള് 2 ഇക്വേഷൻ മാത്രമായിട്ട് അങ്ങോട്ട് എടുത്തിരുന്നു ഇല്ലയോ? ഏതായിരുന്നു ആദ്യത്തെ ഇക്വേഷൻ? 3x മൈനസ് y ഈക്വൽ 8. ഇക്വേഷൻ നമ്പർ 1. അടുത്തത് 2x മൈനസ് y ഈക്വൽ -2. ഇക്വേഷൻ നമ്പർ 1. പേന ധാത്തു ഒക്കെ ശ്രദ്ധിച്ചു. അപ്പൊ ഇത് സോൾവ് ചെയ്യാനുള്ള പരിപാടി ഇപ്പൊ നമ്മൾ ഒരുപാട് കണക്കി പറഞ്ഞു. എന്താണ് ആദ്യം ചെയ്യുന്ന പരിപാടി? ആദ്യം എക്സിന്റെ കൂടെയുള്ള നമ്പർ വായിച്ചു നോക്കണം. ഒന്നാമത്തേതിൽ എക്സിന്റെ കൂടെയുള്ള നമ്പർ 3. രണ്ടാമത്തേതിൽ എക്സിന്റെ കൂടെയുള്ള നമ്പർ 2. രണ്ടും ഒരുപോലാണോ? അല്ല. അപ്പൊ നമുക്ക് വൈയിലോട്ട് നോക്കാം. ഒന്നാമത്തേതിൽ വൈയുടെ കൂടുള്ള നമ്പർ -1. കാരണം -y എന്ന് കണക്കിൽ എഴുതി വെച്ചാൽ അതിന്റെ അർത്ഥം -1 into y എന്ന. അപ്പൊ ഒന്നാമത്തേതിൽ വൈയുടെ കൂടുള്ള നമ്പർ എത്ര? -1. രണ്ടാമത്തേതിൽ വൈയുടെ കൂടുള്ള നമ്പരോ? അത് -1. അപ്പൊ രണ്ടും ഒരുപോലെ ആയില്ലേ? അപ്പൊ എന്ത് മെത്തേഡ്? എലിമിനേഷൻ മെത്തേഡ്. എങ്ങനെ എലിമിനേറ്റ് ചെയ്യും? ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 2 സബ്ട്രാക്ട് ചെയ്യണം. എഴുതിയാട്ടെ. 3x നിന്ന് 2x കുറച്ചാൽ x. അടുത്തത് ശ്രദ്ധിച്ചുത്തരം പറയണം. -y നിന്ന് -y കുറച്ചാൽ
plus y. അയ്യോ ഇങ്ങനെ അടിച്ചു പറഞ്ഞു. മൈനസ് വൈയിൽ നിന്ന് മൈനസ് വൈ കുറച്ചാൽ പ്ലസ് വൈ 0. ഇത് രണ്ടും ഒരേ ആള് തന്നെയല്ലേ? ഒരാളിനെ തന്നെ അതിൽ നിന്ന് കുറച്ചാൽ ഉത്തരം എന്താ കിട്ടത്തുള്ളൂ? 0. അത് 0 ആക്കാൻ വേണ്ടിയല്ലേ നമ്മൾ കുറച്ചത്. ആ ഇനിയൊക്കെ ശ്രദ്ധിക്കണം, ഒന്ന് ബോർഡിലോട്ട് നോക്കണേ. 8 മൈനസ് -2. എന്തു 8 മൈനസ് -2? 8ൽ നിന്ന് -2 എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 2 കുറയ്ക്കാനല്ലേ പറഞ്ഞേക്കുന്നേ. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിൽ 8ഉം -2ഉം ഇവർ രണ്ടുപേരുടെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇതെങ്ങനെ കുറയ്ക്കും? ആ 8 ഇത് രണ്ടും കൂടെ ചേരുമ്പോ പ്ലസ് ആകും. 8 + 2 = 10. ഇപ്പൊ പിടി കിട്ടിയോ? അതൊന്ന് വർക്കിംഗ് കോളത്തിൽ എഴുതിയിട്ടേക്കണം, ഇല്ല പിന്നെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഈ 10 എങ്ങനാ വന്നേന്ന്. 10 വന്നത് എല്ലാവർക്കും മനസ്സിലായോ? ഓൺലൈൻകാർക്ക് 10 വന്ന മനസ്സിലായോ? മനസ്സിലായി സർ. ആ അപ്പൊ ആരെ കിട്ടി? എക്സ് കിട്ടി. ആ ഇനി എക്സ് കിട്ടിയ വൈ എങ്ങനെ കണ്ടുപിടിക്കും? ആ എഴുത പുട്ട് എക്സ് = 10 ഇൻ ഇക്വേഷൻ നമ്പർ 1. അല്ലാതെ ഇവിടെക്കാർ എക്സ് = 10 എന്ന് സമവാക്യം 1ൽ ആരോപിച്ചാൽ ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് പറഞ്ഞാട്ടെ 3 × 10 - y = 8. സിത്താരമാടം എഴുതുന്നില്ല. 3 × 10 30 - y = 8. -y അപ്പുറത്ത് പോകുന്നു, 8 ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. 30 ഇതെന്തോ 8 +8 ലെഫ്റ്റ് വരുമ്പോ -8 ഈക്വൽ -y റൈറ്റിൽ പോകുമ്പോ +y. 30ൽ നിന്ന് 8 കുറയ്ക്കണം. 22. 22 = y ആണോ? തിരിച്ചെഴുതിയാൽ y = 22. ഇനി നമ്മുടെ ചോദ്യം ഒന്നുകൂടെ വായിച്ചു നോക്കിക്കുക. എന്തായിരുന്നു ചോദ്യം? എന്തൊരു ചോദ്യം? വാട്ട് ആർ ദയർ ഏജസ് നൗ? ഇപ്പോൾ അവരുടെ പ്രായം എന്താണ്? ഹെഡിങ് നൗ തുടങ്ങിയ ഫസ്റ്റ് സ്റ്റെപ്പ് വായിച്ചേ. ഏജ് ഓഫ് എഴുതുക. ഏജ് ഓഫ് രാമു ഈക്വൽ ഏജ് ഓഫ് രാമു ഈക്വൽ എക്സ് ഈക്വൽ എത്ര? 10. അടുത്തത് ഏജ് ഓഫ് റഹീമിന്റെ വയസ്സ് സമം y = 22. അപ്പൊ ഒരു സംശയം, ഈ ഉത്തരം ശരിയാണെന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കും? ആദ്യം 4 കൊല്ലത്തിന് മുമ്പുള്ള കാര്യം അത് നമ്മൾ എഴുതണ്ട, നോക്കിയാൽ 4 years എഗോ. 4 വർഷത്തിന് മുമ്പ് രാമുവിന് എത്ര വയസ്സ്? ഇപ്പൊ രാമുവിന് 10 വയസ്സുണ്ട് എങ്കിൽ 4 കൊല്ലത്തിന് മുമ്പ് രാമുവിന് എത്ര വയസ്സ്? 10 -4 = അപ്പോൾ അന്ന് റഹീമിന് എത്ര വയസ്സ്? 22ൽ നിന്ന് 4 കുറച്ചാൽ 18. ഈ 6ഉം 18ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തുവാ? 3 times of 6 ആണ് ആരെന്ന് പറയുന്നത്. ഇതല്ലേ ക്വസ്റ്റിനെ പറഞ്ഞ ആദ്യത്തെ കണ്ടീഷൻ. ഇനി പിന്നെ എപ്പോഴത്തെ കാര്യം പറഞ്ഞത്? 2 കൊല്ലത്തിന് ശേഷം ആഫ്റ്റർ 2 years. അപ്പൊ 2 കൊല്ലം കഴിയുമ്പോൾ രാമുവിന് എത്ര വയസ്സ്? 10 + 2 = 12. റഹീമിന് എത്ര വയസ്സ്? 24. 22 + 2 = 24. ഇത് രണ്ടും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഉണ്ട്. 2 times of 12 ആണ് ആരെന്ന് പറയുന്നത്. ഇങ്ങനല്ലേ ക്വസ്റ്റിനെ പറയുന്നത് അല്ലേ? ആണോ നസ്രാമാണോ? ഇതൊന്ന് വർക്കിംഗ് കൊടുത്തോട്ട് എഴുതിയിട്ടോളൂ. ഓൺലൈൻകാർക്ക് കണക്ക് മനസ്സിലായോ? Yes, sir. ഓക്കെ.